സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ഇന്നും പാളി. മിക്കയിടത്തും മസ്റ്ററിംഗ് മുടങ്ങി. മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് ഇന്നും നാളെയും മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാനത്ത് റേഷൻ ധാന്യങ്ങളുടെ ക്ഷാമവും രൂക്ഷമായിരിക്കുന്നു. ഈ മാസം റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിയിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നീക്കിയിരിപ്പ് സാധനങ്ങളൊക്കെ തീർന്നുപോയി. ഈ മാസം ആദ്യം മുതൽ ആരംഭിച്ച കരാറുകാരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് റേഷൻ സാധനങ്ങൾ കടകളിൽ എത്താത്തത്. വി ഗിരീഷ് ചേരുന്നു മറ്റു വിവരങ്ങളുമായി. ഗിരീഷ്, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കാർഡ് ഉടമകൾക്ക്, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താനായിരുന്നു ഇന്നലെ തീരുമാനിച്ചിരുന്നത്. ഇന്നലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് ഇത് നടന്നില്ല. തുടർന്നാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇന്ന് മുതൽ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തത്. ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും ഈ പോസ്റ്റ് മെഷീൻ മുഖാന്തരം അവരുടെ ആധാർ അപ്ഡേഷൻ നടത്തുക എന്നുള്ളതാണ് മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8 മണി മുതൽ മിക്കയിടത്തും ഈ മസ്റ്ററിങ്ങിനായി റേഷൻ കടകളും പ്രത്യേകം തയ്യാറാക്കിയ ബൂത്തുകളുമൊക്കെ തുറന്നുവെങ്കിലും മസ്റ്ററിംഗ് നടന്നിട്ടില്ല. കാരണം സെർവർ തകരാറാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. പലരും രാവിലെ മുതൽ വന്ന് മസ്റ്ററിങ്ങിനായി വന്നിട്ട് അവർ നിരാശരായി തിരികെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് എന്ന് പറയുമ്പോഴും അവർ റേഷൻ കടയിലെത്തിയാൽ ഇവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൂടി നൽകണം, റേഷൻ കൂടി നൽകണം എന്ന ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷൻ പരാജയപ്പെടുന്നതോടെ ഈ റേഷൻ വിതരണവും പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് അവർക്ക് റേഷനും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എപ്പോഴാണ് എത്തിയത്? രാവിലെ 8:30 മുതൽ എനിക്കാണ്. ഇപ്പം നോക്കിയിട്ട് ആവുന്നില്ല. ഇന്നലെ വന്നിരുന്നു. 4 പേരുണ്ടായിരുന്നു, ഒരാൾക്കായി, 3 പേർക്കായില്ല. ഈ പ്രശ്നം, ഇന്നലത്തെ പ്രശ്നം അതേപോലെ തന്നെ തുടരുകയാണോ? അതെ, ഇന്നലത്തെ പോലെ തന്നെയാണ്. ഇന്നലെ പക്ഷേ ഉച്ച സമയമായപ്പോഴത്തേക്ക് നമുക്ക് കുറേ പേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ടൈമിൽ വന്നിട്ട് ഒരു 10-45ഓളം പേർക്ക് ഇന്നലെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇന്ന്. ഇല്ല, ഇന്നിപ്പോൾ രാവിലെ ഒരു കാർഡ് ചെയ്തു. അതിനുശേഷമുള്ള ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എസ്കെൻ, കഴിഞ്ഞ ദിവസത്തെ അതേ അവസ്ഥയിൽ തന്നെ സെർവർ തകരാറ് തുടരുന്നു. ഈ സെർവർ തകരാറ് പരിഹരിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളും അതോടൊപ്പം തന്നെ കാർഡ് ഉടമകളും വ്യക്തമാക്കുന്നത്. സർക്കാർ ഇതിന് പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെന്ന് ഇന്നലെ തന്നെ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അതെല്ലാം ഈ റേഷൻ സാധനങ്ങളൊക്കെ തീർന്നു. കടകളിൽ നീക്കിയിരിപ്പുണ്ടായിരുന്ന സാധനമെല്ലാം കഴിഞ്ഞു. മാത്രമല്ല സ്റ്റോക്ക് എത്തുന്നതുമില്ല. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? എസ്കെൻ, ഈ മാർച്ച് 1 മുതൽ കരാറുകാർ, റേഷൻ കടകളിലേക്ക് സാധനം എത്തിക്കേണ്ട കരാറുകാർ സമരത്തിലാണ്. കഴിഞ്ഞ മാസം നീക്കിയിരിപ്പുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് റേഷൻ വ്യാപാരികൾക്ക് ലഭിച്ചത്. അതും ഇപ്പോൾ തീർന്നിരിക്കുന്നു. റേഷൻ കടകളിൽ ഏറ്റവും കൂടുതൽ ഈ മഞ്ഞ, അതോടൊപ്പം തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഈ മാർച്ച് 1 മുതൽ കരാറുകാർ കൂടി ഈ സമരത്തിലായതോടുകൂടി സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ഈ റേഷൻ മസ്റ്ററിങ്ങിനൊപ്പം തന്നെ ഒരു ഭക്ഷ്യധാന്യക്ഷാമത്തിലേക്ക് റേഷൻ കടകൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വ്യാപാരികൾ തന്നെ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ പരിഹരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. കരാറുകാർ ഈ പണിമുടക്ക് പിൻവലിക്കാതെ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തില്ല. ഇതും ഒരു വലിയ പ്രതിസന്ധിക്ക് ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷനും ശരിയായാൽ മാത്രമേ, അത് റീഡ് ചെയ്താൽ മാത്രമേ റേഷൻ വിതരണം ഉൾപ്പെടെയുള്ളവ നടക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. താങ്ക് യു, വി ഗിരീഷ്.